ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ സെക്കൻഡ് ക്ലാസ് ആണല്ലേ. അപ്പോൾ ഇന്ന് തൊട്ട് നമുക്ക് തുടക്കം മുതൽ പഠിക്കാം. പോപ്പിളിൻ ക്ലോത്ത് ഇങ്ങനെ റെക്റ്റാങ്കിൾ ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സ്റ്റിച്ചുകളൊക്കെ നമ്പർ ഇട്ടിട്ട് ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ചുകൾ മറന്നു പോവില്ല, ഇടയ്ക്ക് ഇത് എടുത്തിട്ട് നോക്കുകയും ചെയ്യാം. പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇങ്ങനെ ചെയ്ത് വെക്കണത് വളരെ വളരെ ഉപകാരമാണ്. അപ്പോൾ ഇതിൻ്റെ 4 വശവും കൂട്ടിയടിച്ച് നല്ല വൃത്തിയായിട്ട് ഒരു പീസ് എടുക്കുക. അതിങ്ങനെ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഓരോ സ്റ്റിച്ചിങ്ങിനായിട്ട് ഓരോ ലൈനുകളായിട്ട് വരച്ച് വെക്കാം. നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ സ്റ്റിച്ച് റണ്ണിങ് സ്റ്റിച്ചാണ്. അപ്പോൾ ആ റണ്ണിങ് സ്റ്റിച്ച് അതിൽ എൻട്രി ചെയ്ത് കൊടുക്കുക. എംബ്രോയ്ഡറിങ് എങ്ങനെയാണ് ക്ലോത്തിൽ ഫിറ്റ് ചെയ്യാൻ നോക്കാം. ഈ കാണുന്ന സ്ക്രൂ ഒന്ന് ലൂസാക്കുക. ആദ്യം ലൂസാക്കിയിട്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ 2 റിങ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ആ റിങ് നമ്മുടെ ക്ലോത്ത് എടുത്തിട്ട് ആ റിങ്ങിൻ്റെ മുകളിലാക്കിയിട്ട് താഴെയുള്ള റിങ്, സ്ക്രൂ ഉള്ള റിങ് അല്ല കേട്ടോ, അതിൽ താഴെയുള്ള റിങ്ങിൻ്റെ മുകളിലാക്കിയിട്ട് ക്ലോത്ത് വെച്ചിട്ട് ആ സ്ക്രൂ ഉള്ള ആ റിങ് എടുത്തിട്ട് മുകളിലാക്കിയിട്ട് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റാക്കി കൊടുക്കുക. ചുളിവുകളൊന്നും വരരുത്. അത് നമുക്ക് ടൈറ്റ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. ക്ലോത്ത് ഇങ്ങനെ ടൈറ്റായിട്ട് വരും. സൈഡിലുള്ള തുണിയൊക്കെ ഒന്ന് അറ്റത്തേക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ക്ലോത്ത് നന്നായി വലിച്ചു പിടിച്ചിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും, അത് ക്ലോത്ത് നല്ല ടൈറ്റായിട്ട് വരും. സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള രംഗോലി ത്രെഡ് എടുക്കുക. അതിങ്ങനെ അതിനുള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി കേട്ടോ. അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഊരിയെടുക്കൊന്നും വേണ്ട. അതിനുള്ളിൽ നിന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക ഓരോന്നായിട്ട്. ഇങ്ങനെ ഒരു നൂലെടുത്ത് നോക്കി കഴിഞ്ഞാൽ 6 സ്ട്രാംസ് ആയിട്ട് നൂലുകൾ കാണാനായിട്ട് പറ്റും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് എടുത്തിട്ട് ഓരോരോ സ്റ്റിച്ചുകളനുസരിച്ച് നമുക്ക് എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുകയാണ് ചെയ്യുക. നമ്മളിപ്പോൾ 6 സ്ട്രാംസ് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്, എന്ന് വെച്ചാൽ ഒരു ത്രെഡ് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്. കനം കുറഞ്ഞ ക്ലോത്തിലൊക്കെ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് നൂലുകളുടെ എണ്ണം കുറയും. 3, 4 അങ്ങനെയൊക്കെ ആയിട്ട് എടുത്തിട്ടാണ് സാധാരണ ചെയ്യുക. സൂചി നൂലിൽ കോർത്തെടുക്കുമ്പോൾ 2 അറ്റം കൂടിയിട്ട് കൂട്ടിക്കെട്ടല്ല ചെയ്യുക. അതിൽ നിന്ന് കോർത്തിങ്ങനെ എടുത്തിട്ട് അതിൽ നിന്ന് ഒരു ത്രെഡിൽ മാത്രം കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ തുന്നിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരാൻ വെച്ചാൽ നമുക്കത് അഴിച്ചെടുക്കാനും ഒക്കെ എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. സാധാരണ എംബ്രോയ്ഡറിക്ക് ഇങ്ങനെ തന്നെയാണ് ത്രെഡ് എടുക്കുക. എന്നിട്ട് താഴെ നിന്ന് നീഡിലിങ്ങനെ കുത്തി കൊടുക്കുക. മുകളിലേക്ക് അങ്ങനെ കുത്തി കൊടുക്കുക. അങ്ങനെ അധികം ശക്തിയിൽ വരിക്കരുത്, ചെറിയൊരു ഇതിനാണ് വരിക്കാൻ പാടുള്ളൂ. എന്നിട്ട് തൊട്ടപ്പുറത്ത് തന്നെ താഴത്തേക്ക് കുത്തുക. എന്നിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും താഴെ നിന്ന് മുകളിലേക്ക് കുത്തുക. എന്നിട്ട് അതേപോലെ തന്നെ അതേ നീളത്തിൽ തന്നെ മുകളിൽ നിന്ന് താഴത്തേക്ക് കുത്തുക. എല്ലാ സ്റ്റിച്ചും ഒരേ വലുപ്പത്തിൽ വേണം കിട്ടാനായിട്ട്. കുഞ്ഞു വ്യത്യാസങ്ങളൊക്കെ വരും, അത് കുഴപ്പമില്ല. പക്ഷെ കാണുമ്പോൾ അങ്ങനെ വലുത് ചെറുതായിട്ട് കാണരുത്. ഏകദേശം ആ ഒരേ ലെങ്ത്തിൽ തന്നെ സ്റ്റിച്ച് വരാൻ പാടുള്ളൂ. അങ്ങനെ മുകളിൽ നിന്ന് താഴത്തേക്കും താഴെ നിന്ന് മുകളിലേക്ക് അങ്ങനെ ചെയ്തു പോവാം. മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരേ ലെങ്ത്തിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവാം. ഇതുപോലെ എൻഡിങ്ങിലാവുമ്പോൾ ബാക്ക് തിരിച്ചിട്ട് ലാസ്റ്റ് സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ കുഞ്ഞൊരു കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ത്രെഡ് എടുത്തിട്ട് കെട്ടിടാം. ഇതാണ് റണ്ണിങ് സ്റ്റിച്ച്. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് ഒന്ന് ഒരു ഡിസൈനായിട്ട് ചെയ്ത് നോക്കിയാലോ. അതിനായിട്ട് ഒരു ക്ലോത്തിൻ്റെ മുകളിൽ ഇതുപോലെ
കാർബൺ പേപ്പർ വെക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഏത് ഡിസൈനാണോ നമുക്ക് ചെയ്യേണ്ടത് അതിങ്ങനെ വെക്കാം. ഞാനിപ്പോൾ ഒരു ബുക്കിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പെൻസിൽ വെച്ചിട്ട് ട്രേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ക്ലോത്തിൽ അതേ പടം ട്രേസായിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്ന കാർബൺ പേപ്പർ വളരെ വളരെ പഴയതാണ്. കുറേ ഉപയോഗിച്ച് അതിൻ്റെ കളറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നല്ലത് മേടിച്ച് ചെയ്യുക. അത് കാരണം ശരിക്കും അങ്ങോട്ട് തെളിഞ്ഞില്ല. അല്ലെങ്കിൽ നന്നായിട്ട് തെളിഞ്ഞ് വരും. അത് നല്ല യെല്ലോ കളറിൽ നന്നായിട്ട് തെളിഞ്ഞ് വരും. ഇതിപ്പോൾ പഴയതായത് കൊണ്ടാണ്, ഞാൻ കുറേ ഉപയോഗിച്ചു, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ക്ലോത്ത് ഒന്ന് റിങ്ങിൽ ടൈറ്റ് ചെയ്തിട്ട് വെക്കാം. ഇനി നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാതുമേ. ഇതുപോലെ വീണ്ടും ത്രെഡ് കോർത്തെടുക്കുക നീഡിലിൽ. എന്നിട്ട് പിക്ചറിൻ്റെ അറ്റത്തുനിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക. ഒരേ നീളത്തിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവാം. ലാസ്റ്റ് എൻഡിങ് ആവുമ്പോൾ ഇതുപോലെ താഴത്തേക്ക് കുത്തി ഇറക്കിയിട്ട് താഴെ ചെറിയൊരു കെട്ടിട്ട് കൊടുക്കുകയാണ്. താഴെ ഭാഗം സ്റ്റിച്ച് ചെയ്യാനായിട്ട് വേറെ കളർ ത്രെഡാണ് എടുക്കുന്നത്. ഇതും അതേപോലെ തന്നെ 6 സ്ട്രാംസിലെല്ലാം എടുത്തിരിക്കുന്നത്. അതും ഇങ്ങനെ മുകളിൽ നിന്ന് താഴത്തേക്കും താഴെ നിന്ന് മുകളിലേക്കും കുത്തി ഇറക്കിയിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ട് പോവാം. ലാസ്റ്റ് എൻഡിങ് ആവുമ്പോൾ അതും താഴത്തേക്ക് കുത്തി ഇറക്കിയിട്ട് താഴെ ഒരു കുഞ്ഞി കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് റണ്ണിങ് സ്റ്റിച്ച്. അടുത്ത സ്റ്റിച്ച് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.